2026 തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും നിർണായകമായിട്ടുള്ളതാണ്. അതിന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, LDF സർക്കാർ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു പ്രധാന ചോദ്യം. രണ്ട്, കേരളത്തിൽ BJP എത്ര സീറ്റ് നേടും? ഈ രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളത്. തുടർഭരണത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള അവസാന അടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു കെട്ടുറപ്പോ ഭദ്രതയോ ഇല്ലാതായി കോൺഗ്രസ് മാറുന്നു. ഈ അവസരത്തിൽ BJP പലയിടങ്ങളിലും കടന്നുകയറ്റവും നടത്തുന്നു. BJPയുടെ കടന്നുകയറ്റത്തിൽ കടപുഴകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ ആദ്യ ലക്ഷ്യം. പിന്നീടാണ് അധികാരം. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ തീർച്ചപ്പെടുത്തിയതാണ് കോൺഗ്രസ് മുക്ത ഭാരതം. ഓരോ സംസ്ഥാനങ്ങളിലും അതങ്ങനെ നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിലും എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ അവസരത്തിൽ BJP അതിശക്തമായ തരത്തിൽ ഇടം പിടിച്ച് മുന്നേറുകയും ചെയ്യുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ. BJPക്ക് അകത്തുള്ള ഒരു പ്രധാന സ്ഥാനമോഹിയായിരുന്നല്ലോ സന്ദീപ് വാര്യർ. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അവിടെ നിന്നിറങ്ങി കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു. അദ്ദേഹം ഇപ്പോൾ പ്രധാന വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ BJPക്കെതിരെയാണ്. അല്ലാതെ CPM-നെതിരെയോ LDF സർക്കാരിനെതിരെയോ അല്ല പറയുന്നത്, BJPക്കെതിരെയുള്ള പോരാട്ടം. കാരണം അവിടെ ഉണ്ടായ കുടിപ്പക മുഴുവൻ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സന്ദീപ് വാര്യർ 2026 തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാലും അവിടെ പോയി പരാജയപ്പെടുത്തുമെന്നാണ് BJP തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഈ മടയിൽ ചെന്ന് എതിരാളിയോട് നേരിടും എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? സന്ദീപ് വാര്യർക്ക് BJPയെ ഭയമാണ്. കാരണം സന്ദീപ് വാര്യർക്ക് എങ്ങനെ വന്നാലും 2026 ജയിച്ച് നിയമസഭയിൽ എത്തണം. അതുകൊണ്ട് തന്ത്രശാലിയായിട്ടുള്ള സന്ദീപ് വാര്യര് BJPയിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആദ്യം പോയത് എങ്ങോട്ടാണ്? സാദിഖലി തങ്ങളുടെ പാണക്കാട്ട് തങ്ങളുടെ കുടുംബത്തിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിന്റെ ഭവനത്തിനകത്ത് കയറണോ? ആദ്യം പോയിരിക്കുന്നത് തങ്ങളെ കാണാനാണ് പോലും. ഇതാണോ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് പുലർത്തിയിരുന്നത്? എന്തിനു വേണ്ടിയാണ് തങ്ങളെ കണ്ടതെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി വരികയാണ്. കാരണം തൃശ്ശൂരൊക്കെ ആദ്യം വലിയ നോട്ടമായിരുന്നു മത്സരിക്കാൻ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിരുവനന്തപുരം കഴിഞ്ഞാൽ BJP, അല്ലെങ്കിൽ തിരുവനന്തപുരം കഴിയേണ്ട, തിരുവനന്തപുരത്തിനോടൊപ്പം തന്നെ അതിപ്രാധാന്യത്തോടുകൂടി കാണുന്ന പാർലമെന്റ് മണ്ഡലവും ജില്ലയുമാണ് തൃശ്ശൂര്. സുരേഷ് ഗോപി 76,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ നിന്ന് ഒരു 3 നിയമസഭാ സീറ്റെങ്കിലും കേരള നിയമസഭയിൽ എത്തിക്കണം എന്നാണ് BJP കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി നിൽക്കാൻ സന്ദീപ് വാര്യർ തയ്യാറാകുമോ? ആവേശത്തിൽ കയറി അങ്ങ് പറഞ്ഞു, തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കും, കെ സുരേന്ദ്രന് ധൈര്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ അറച്ചറച്ച് നിൽക്കുകയാണ് സന്ദീപ് വാര്യര്. അതുകൊണ്ട് എന്താണ്, ഈ കോൺഗ്രസ് നേതാക്കളോടല്ല ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കൂടുതൽ ആഭിമുഖ്യം. ലീഗ് നേതാക്കളുമായിട്ടാണ് കൂട്ടുകെട്ട്. എന്തിനു വേണ്ടി ലീഗ് നേതാക്കളുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു? അത് ലീഗിന്റെ കേന്ദ്രങ്ങളിൽ പോയി മത്സരിക്കുക. അതായത് ഹിന്ദു സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലേക്ക് പോയി മത്സരിക്കുക. കോൺഗ്രസിൽ പലരും അങ്ങനെ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. കെ മുരളീധരൻ. കാരണം കെ മുരളീധരൻ മറ്റെവിടെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരന്മാർ പാലം വലിക്കും, പാര വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മുരളീധരൻ ഗുരുവായൂർ സീറ്റ് നോട്ടമിടുന്നുണ്ട്. അത് ലീഗിൻ്റെതാണ്. ലീഗ് ചിലപ്പോൾ കൊടുക്കാൻ തയ്യാറാകും. മറ്റിടങ്ങളിലേക്ക് ചിലപ്പോൾ ലീഗ് വന്ന് മത്സരിക്കുകയും ചെയ്യും.
കാരണം ലീഗിന് മലപ്പുറം വിട്ട് പുറത്തേക്ക് വരണം. അത് ചിലപ്പോൾ കോൺഗ്രസ് തയ്യാറായി എന്നും വരാം. കാരണം മലപ്പുറം വിട്ട് വരുന്നതെന്ന് വെച്ചാൽ ലീഗ് തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് ഇല്ല എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അതല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ പോയി മലപ്പുറത്തുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതാവുമ്പോൾ വളരെ സുരക്ഷിതമാണ്. BJPക്ക് വലിയ സ്പേസ് ഇല്ലാത്ത മണ്ഡലവും ആയിരിക്കും മലപ്പുറം ജില്ലയിലുള്ളത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത് തവന്നൂർ മണ്ഡലമാണ്. പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമാണ്. പിന്നെ കുറ്റിപ്പുറം മണ്ഡലം കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി KT ജലീൽ പരാജയപ്പെടുത്തിയത് കുറ്റിപ്പുറത്ത് വെച്ചാണ്. അതിനുശേഷം പിന്നീട് ആ മണ്ഡലം മാറി തവന്നൂർ മണ്ഡലത്തിൽ ആണത്. ആ തവന്നൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ, അതായത് 2021 ഫിറോസ് പരാജയപ്പെട്ടത്, KT ജലീലിനോട് പരാജയപ്പെട്ടത് 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PK കുഞ്ഞാലിക്കുട്ടി 91-ലും 96-ലും 2001-ലും കുറ്റിപ്പുറത്ത് നിന്ന് വിജയിച്ചു വന്നതാണ്. ആ കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാർലർ കേസിനെ തുടർന്നുണ്ടായ വിവാദത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ KT ജലീൽ പരാജയപ്പെട്ടു. KT ജലീൽ അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തിയ KT ജലീൽ എന്നുള്ള രീതിയിൽ അവിടെ പോയി നിന്നാൽ, അപ്പോൾ 2 തവണ തവന്നൂരിൽ നിന്ന് KT ജലീൽ അവിടെ എത്തി CPM സ്വതന്ത്രനായിട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ KT ജലീൽ പരാജയപ്പെടും എന്നാണ് കരുതിയത്. LDF തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും KT ജലീലിന്റെ വിജയത്തിൽ ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു. 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തവന്നൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സന്ദീപ് വാര്യർ. എന്തിനു വേണ്ടിയിട്ട്? അതാകുമ്പോൾ വിജയം ഉറപ്പിക്കാം. ഒന്ന്, ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽപ്പുണ്ട്. KT ജലീലിനെ ഇനിയും നിയമസഭയിലേക്ക് അയക്കില്ല. ഇനിയും KT ജലീൽ തന്നെ മത്സരിക്കുമോ എന്നുള്ളതും സംശയമാണ്. KT ജലീൽ പൊതുവെ ഒരല്പം അകൽച്ചയിലുമായി നിൽക്കുന്നുമുണ്ട്. പക്ഷേ KT ജലീലിനെ തന്നെ ഒരുപക്ഷെ CPM സ്വതന്ത്രനായിട്ട് നിർത്തി കഴിഞ്ഞാലും സന്ദീപ് വാര്യർ തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. സന്ദീപ് വാര്യർക്ക് അറിയാം അവിടെ BJPക്ക് വലിയ ഇടമില്ല. BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, പക്ഷേ വലിയ രീതിയിൽ വോട്ട് പിടിക്കില്ല എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. കാരണം മുസ്ലിം കോട്ടയാണ്. ആ കോട്ടയിൽ പോയി അപ്പോൾ നോക്കണേ, സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടല്ല കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത്. പാണക്കാട്ട് തങ്ങളുടെ കുടുംബത്തിൽ കയറിയിറങ്ങുകയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായിട്ടും വലിയ ചങ്ങാത്തം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് മുന്നേറുകയാണ്. അപ്പൊ അങ്ങനെ സാദിഖ് അലി തങ്ങളുടെ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് തവന്നൂരിൽ നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണിപ്പോൾ സന്ദീപ് വാര്യർ നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.